സൈക്കോളജിന്റെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നൊരു ഈറ്റിംഗ് ചലഞ്ച് ആണ്. വീണ്ടും കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ തവണ നമ്മൾ ഇന്ത്യ വേഴ്സസ് ചൈന ആയിരുന്നു. ചൈന. അപ്പോൾ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മൂലം നമ്മൾ ഇന്ത്യ വേഴ്സസ് കൊറിയ എടുത്തിട്ടാണ്. കൊറിയ എടുക്കണോ? പൊട്ടില്ലല്ലോ. അല്ല ഞാൻ നാടൻ. കൊറിയക്ക് ഇതൊക്കെ വേണം, മീശ ഇങ്ങനെ വളച്ചൊക്കെ വേണം. അവർക്ക് മീശ ഇല്ലെന്നാ. അല്ല, അവിടെ ഇപ്പൊ മറ്റേ കിങ് ജോങ് ഉൻ പറയുന്ന കണക്കല്ലേ സൗത്ത് കൊറിയ ആണോ? ഏത് കൊറിയ? അവിടെ ആയിക്കോട്ടെ. ശാന്തി സമാധാനമുള്ള ഇവിടെ ഇല്ലല്ലേ, ഞങ്ങളെ വയ്ക്കത്തില്ല. ഞങ്ങളുടെ കിങ്ങണ്ണനെ വിട്ടിട്ടുള്ള പരിപാടി കിമ്മണ്ണൻ. ഗൈസ്, അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഫുഡും കൊറിയൻ ഫുഡുമാണ്. അതായത് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഇതൊക്കെ വേണം അല്ലേ, പുഴുവിനൊക്കെ ഫ്രൈ ചെയ്തുള്ള സംഭവം വരുന്നുണ്ട്. ഇതിനകത്ത് പുഴുവൊന്നും ഇല്ലല്ലോ. ഞാനിവനെ പച്ചപ്പുഴു. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? നൂഡിൽസ്. കൊറിയൻ നൂഡിൽസ്. നല്ല എരിവുള്ള അടിപൊളി. പുള്ളി പ്രത്യേകം പറഞ്ഞു, കൊറിയൻകാരൻ. ഇന്ന് കഴിഞ്ഞ പുള്ളി ഇന്ത്യ ആയിരുന്നു. പുള്ളി മാറി കൊറിയ. താടിയുള്ളവരൊന്നും കൊറിയയിൽ പോകത്തില്ല. അല്ല, ഇന്ത്യ രണ്ടുപേര് കഴിഞ്ഞ റാവുത്തറല്ലായിരുന്നു. നിങ്ങൾ ലീഡ് ചെയ്യണം. ഞങ്ങളുടെ ടീമിലാരാ? ഞങ്ങളുടെ ടീമിൽ അത് നിങ്ങൾ എടുത്ത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ തവണ മത്സരിച്ചത് നമ്മളന്ന് ഒത്തിരി പ്രയാസപ്പെട്ടു. ഇതാണ് നിധി മത്സരിക്കട്ടെ. ഇനി അടുത്ത തവണ ഞാൻ മത്സരിക്കാം. ബി ബി ഉണ്ടോ? പിന്നെ ബി ബി എന്തോ നന്ദു. ഞാനും മുടി വളർത്തിയ കൊറിയൻ റോള് KFC കിട്ടുന്ന റോൾ. എന്തോ റോളാ ഞാൻ പറഞ്ഞ? ടാങ്കി റോൾ എന്തോ ഞാൻ പറഞ്ഞ കൊറിയൻ സ്പൈസി നൂഡിൽസ്. ഗൈസ്, പേര് ഞാൻ പറഞ്ഞു നോക്കിട്ട് പറയാം. കൊറിയൻ ടാങ്കി റോളോ അങ്ങനെ എന്തോ റോളാണ് എടുത്താൽ പറ്റുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ടീമായിട്ടുണ്ട്. ഇത് ഇന്ത്യൻ, ഇത് കൊറിയൻ. നന്ദി, നമസ്കാരം. അപ്പോൾ എടുക്കണ വെച്ചാൽ ആദ്യം നൂഡിൽസ് കഴിക്കുന്നവരെ നിങ്ങൾ തീരുമാനിക്കുക. കൊറിയൻ കുറച്ച് എരിവ് കേട്ടോ, പക്ഷെ അതനുസരിച്ച് ക്വാണ്ടിറ്റി കുറയും കേട്ടോ. എരിവ് ഉള്ളതുകൊണ്ട് ക്വാണ്ടിറ്റി കുറയും കേട്ടോ. കാരണം ഇവർക്ക് അയച്ച് കൂടുതൽ, കാരണം ഇവർക്ക് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായി, കാരണം ഇവർക്ക് എരിവ് കുറവ്. അതുകൊണ്ട് കേട്ടോ. നമ്മൾ ഡ്യൂലിംഗ് ആപ്പിനുണ്ട് പഠിച്ചു. അല്ല, ഞാൻ ജപ്പാൻ. അപ്പോൾ ഇത്ര ഫസ്റ്റ് നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട്ണർ, അതായത് റോളാണ്. ചിക്കൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കൊറിയൻ എടുത്തേക്കാണ്. കൊറിയൻ അതും പിന്നെ ഇന്ത്യൻ റോളും. മനസ്സിലായി? അപ്പോൾ പോയാലോ? ടീം ഓക്കെ അല്ലേ? ഗൈസ്, നമ്മളങ്ങനെ കൊറിയൻ നൂഡിൽസും ഇന്ത്യൻ നൂഡിൽസും എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വിട്ട് കടയിൽ നിന്ന് മേടിച്ചല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. നല്ല എരിവാണ്. നൂഡിൽസ് അന്യായിരം സാറേ. നൂഡിൽസ് കുറച്ച് ട്രാൻസ്ലേറ്റർ അല്ലല്ല, നിങ്ങൾ ട്രാൻസ്ലേറ്റർ പുള്ളിയാ. അയ്യോ എന്റെ അമ്മച്ചിയോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയെ കണ്ടിട്ടാ പുള്ളി ഇറങ്ങിയത്. പുള്ളി പറഞ്ഞില്ലേ? പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാങ്ങായും കൂട്ടി കഴിക്കണം. അർത്ഥം വരുമ്പോ ഇംഗ്ലീഷ് മാങ്ങ കൂട്ടി കഴിക്കണം. അതാ ഇച്ചിരി കഴിയുന്നത്. ഇത് കഴിഞ്ഞിട്ട് മാങ്ങ കൂട്ടി കഴിക്കണം. താങ്കൾ ഹിന്ദിയാണ്? हिंदी विद्वान പറയല്ലേ, ഹിന്ദി. तुम क्या सोच रहे हैं? നീ എന്തോടാ പറഞ്ഞേ? അല്ല, നീ എന്താ വിചാരിച്ചു? मुझे हिंदी अच्छे से मालूम है. എനിക്ക് നല്ല പോലെ ഹിന്ദി അറിയാം. അവന് ഹിന്ദി അറിയാം, അവൻ ഗുജറാത്തിലായിരുന്നു. अभी पूछेगा तो बात करने के लिए तो थोड़ा मुश्किल है. എനിക്ക് കുറച്ച് പറയാൻ ഇത്തിരി പാടാണ്. हम मुश्किल नहीं है, ये बहुत आसान से
ഹം ജീതേഗ. ഇവർ രണ്ടുപേരും ആസാമുകാരാണ്. പണ്ട് ഇവർ ആസാമിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എരിവ് സാരംഗിയോ രാവിലെ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന്. ഇതാണ് റോളാണ് KFC റോൾ ഇതാണ്. അപ്പം കൊറിയൻ സ്പെഷ്യൽ റോളും ഇന്ത്യൻ സ്പെഷ്യൽ റോളും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കഴിക്കേണ്ടത് കേട്ടോ. ഞങ്ങൾ റോൾ കേട്ടല്ലോ. അപ്പോൾ ഇവർ കഴിച്ച ഉടനെ വരണം കേട്ടോ. കാരണം അപ്പോൾ പോയാലോ നമുക്ക്. ഓക്കെ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒത്തിരി ഇത് ഉള്ളു ഇത് കുറവാണ്. അതല്ല ഇത് കുഴിഞ്ഞ പാത്രം, ഇത് കൊറിയൻ പാത്രം, ഇത് ഇന്ത്യൻ നാടൻ പ്ലേറ്റ്, ഇന്ത്യക്കാരുടെ പാത്രം അല്ലേ? അത് തന്നെ അതിന്റെ ഒരു വ്യത്യാസം. നല്ലൊരു പ്ലേറ്റ് ആണെന്നാ പറഞ്ഞത്. അപ്പോൾ തുടങ്ങാം. റെഡി 1 2 3 ഗോ. കൊറിയ ഇന്ത്യ തൊട്ടടുത്ത് കൊറിയ. എത്ര എരിവാണെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞു. അത് ഇന്ത്യൻ പ്ലേറ്റ് ആണ്, അതുകൊണ്ട് ഇന്ത്യൻസിന് കൈവച്ച് കഴിക്കാം. അത് കുറച്ച് എണീക്കറില്ല. അത് നോക്കോ. ഇല്ല ഇല്ല വെറുതെ കഴിച്ച് മറ്റേ സാധനം എടുത്ത് വരുന്നോ വേറെ സാധനം തന്നെ ഇങ്ങനെയുള്ള സാധനം കമ്പ് എടുത്തല്ലോ. കിടക്കല്ലേ കിടക്കല്ലേ കിടക്കല്ലേ. വായിലോട്ട് കൊണ്ടുപോകുന്നത് കൊറിയൻ വിനീഷ് ഇതാ മുന്നേറുന്നു. കൊറിയൻ വിനീഷ് ഒട്ടു പറയാ ഇന്ത്യൻ നന്ദു. കൊറിയൻ നാടൻ കൈ ഇന്ത്യൻ കൈ എടുത്തിരിക്കുകയാണ് നന്ദവളിയൻ. അവിടെ സ്പൂൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം വിനീഷ് ബ്രോ, കൊറിയൻ വിനീഷ് എന്നറിയപ്പെടുന്ന കഴിഞ്ഞു. കൊറിയൻ വിനീഷ് കഴിഞ്ഞിരിക്കുകയാണ്. കൊറിയൻ നിതിൻ ഇറങ്ങിയിരിക്കുന്നു. കൊറിയൻ നിതിൻ ഇഞ്ചോടിഞ്ച മത്സരത്തിൽ കൊറിയൻ പൊറോട്ടയും കൊറിയൻ റോളുമായി ചിക്കൻ റോളുമായി ഇന്ത്യൻ മത്സരിക്കുന്നു. തൊട്ട് പുറമെ ഇന്ത്യൻ. എന്തിനോ ഇല്ല നിതിൻ ഇത്തവണ ഞാൻ ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിതിൻ ഇല്ല തീർത്തത് ഇന്ത്യൻ കൈകളാണ് പറയിൽ. ഇന്ത്യൻ കൈകൾ. കാരണം ഇന്ത്യൻ നൂഡിൽസ് എടുക്കാൻ കട്ടി കുറവ്. കഴിഞ്ഞു. ഇന്ത്യൻ ബീവി ഇറങ്ങിയിരിക്കുന്നു. നിതിൻ പകച്ചു പോയിരിക്കുന്നു. കൊറിയൻ നിതിൻ പെട്ടെന്ന് രണ്ടാമത്തേത് ആണോ? ഇന്ത്യൻ ബീവിയും എന്താ അടുത്തെടുത്തിരിക്കുന്നു. കൊറിയൻ എടുത്തിരിക്കുന്നു. കൊറിയൻ ഡിഷാണ്. കൊറിയൻ ചിക്കൻ റോൾ എടുത്തിരിക്കുന്നു. നിതിന്റെ അടുത്ത രണ്ടാമത്തെ പീസ്. ഇംഗ്ലീഷ് അറിയാം. ഒരു പിടി മതി. സമാസമം. ഇറക്കണം. ഇന്ത്യയാണോ കൊറിയയാണോ ഇപ്പൊ അറിയാം. ഏതാണ് നിമിഷം കൊണ്ടറിയാം ഇന്ത്യയാണോ കൊറിയയാണോ. ലോകത്ത് ഈറ്റിംഗ് ചലഞ്ചിൽ നമ്മളാണ്. കഴിഞ്ഞു. ഇറക്കണം. ഇല്ലില്ല കുറച്ചൊക്കെ വലിയ അഴിലുണ്ട്. ഗായ്സ് അങ്ങനെ നമ്മുടെ കൊറിയൻ ടീം ജയിച്ചിരിക്കുകയാണ്. വിജയം സമർപ്പിക്കുന്ന വിജയം ഞങ്ങൾ ലോകമെമ്പാടുമുള്ള കൊറിയൻ ആരാധകർ, BTS ആരാധകർ, K-pop ആരാധകർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
പിന്നെ ഏതോ ആർമി ഉണ്ടല്ലോ പുള്ളിക്ക് നോക്കാം. അതാ BTS അറിയാം. കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ BTS അറിയൊന്നുമല്ല. BTS അറിയാം. ആരും പറഞ്ഞ BTS ഓർമ്മയെ ഞാൻ നാടൻ കൊറിയൻ ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഡെഡിക്കേറ്റ് ചെയ്തു. അതെ ടാർഗറ്റഡ് ആണ് ഇത്. കുറച്ച് വെമ്പിള്ളാരെ ടാർഗറ്റ് ചെയ്താണ് പറഞ്ഞേക്കുന്നത്. അല്ലേ 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 ആദ്യം BTS പിന്നെ അതാ പറയുക ഗേൾസില് വലിയ യൂണിവേഴ്സിറ്റി. അതാണ് എന്റെ ലക്ഷ്യം. BTS ഗേൾസ് ആണോ എനിക്കല്ല. കമന്റ് ഞങ്ങൾ ഇത്ര എരിവും ഇതോ സഹിച്ചു തിന്നത് ഞങ്ങളുടെ വേണ്ടിട്ടാ BTS. ഫുൾ നെയിം പറ BTS. എനിക്കറിയത്തില്ല. അറിയത്തില്ല. ഒന്നുമില്ല ഒരു പഞ്ചായത്തി അങ്ങനെ തെരുവിളിക്കുന്ന ആൾക്കാർ. ഗൈസ് പിന്നെ വേറെ ഇവർക്ക് കൂടുതലാന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ പറയും ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ അതല്ല. പക്ഷേ ഇവർക്ക് ഭയങ്കര എരിവായിട്ട് കുറച്ച് കൂടുതൽ വെച്ച് ഇവർക്ക് സത്യം കേട്ടോ. സ്പൂണിൽ നിന്ന് ചാടി പോകുന്നത് അത് ഇന്ത്യൻ പ്ലേറ്റിന്റെ കുഴപ്പമാണ്. ഇന്ത്യ സ്പൂണിന്റെ കുഴപ്പം നമുക്ക് സ്പൂൺ എടുത്ത് നന്ദ് കുറെ നേരം ചുമ്മാ വയലോട്ട് വെച്ചോണ്ടിരിക്കുക. നമ്മൾ അതുകൊണ്ട് അവർക്ക് കൈ ഉപയോഗിക്കാൻ കൊടുത്തു. കൈ അതല്ലേ കുറച്ച് കൂടുതലായപ്പോൾ കൈ കൊടുത്തു. കാരണം ഇവർക്ക് ഭയങ്കര എരിവായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ എങ്ങനെ കഴിച്ചു ഞങ്ങളില്ലേ ഒരു കൂസമില്ല. സത്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അയ്യോ സഹിക്കും. കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് ആംബുലൻസ് പിടിക്കാം. ഭയങ്കര എരിവായിരുന്നു. ഇല്ലടാ ഇവരെ നമ്മൾ ഞങ്ങൾ ഉണ്ടാക്കിയത് അതാ കരയുമായിരുന്നു നിങ്ങൾ ഇങ്ങനെ കഴിച്ചു. നിങ്ങളത് അത്രയും വെച്ച് തന്നെ ഞങ്ങളുടെ ഫാൻസിന്റെ പവർ. ഓക്കെ സന്തോഷമല്ലേ മോനെ? പിന്നെ പുള്ളിയുടെ മുള്ളണൊക്കെ പറഞ്ഞത് അതെന്തോ ഞങ്ങൾ ഗൂഗിൾ നോക്കി കുറെ കൊറിയൻ വാക്കുകൾ പഠിച്ചത്. വെള്ളം വെള്ളം തരാൻ വേണ്ടിയാ പുള്ളി പറഞ്ഞത്. ആണോ? വെള്ളം ഞങ്ങളുടെ മുള്ളെന്ന് പറഞ്ഞാൽ മുള്ള ഞങ്ങളുടെ വെള്ളമാണ് പോകുന്നത്. അവിടെ വേറെ വെള്ളമല്ല. നല്ലപോലെ വെള്ളം കുടിക്കും. എല്ലാം വെള്ളമാണ്. അപ്പോൾ എല്ലാവരും എന്താണ് ഇത്ര ഉള്ള നമുക്ക് വെറൈറ്റി. ഞാൻ പറഞ്ഞില്ല വെറൈറ്റി ഫുഡ് നമുക്ക് അടുത്തൊന്നും ഇല്ല. അതാ മെയിൻ വിഷയം. ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശമാണ്. പക്കാ ഗ്രാമം. ഇവിടെ നിന്നും ഈ കൊറിയയുടെ വെറൈറ്റി ഫുഡ്സ് ഒന്നും ഇല്ല. കൊറിയ ഉണ്ടെന്ന് തന്നെ ഇവിടെ പലർക്കും അറിയത്തില്ല. അങ്ങനെ പുള്ളി നമ്മളെ ചങ്ങനാശ്ശേരി യൂട്യൂബില് നമുക്കൊരു കൊറിയൻ തുടങ്ങിയല്ലോ. കൊറിയൻ സ്കൂളിൽ ഇവിടെ ഉള്ളത് നമുക്ക് അറബിക് ഫുഡാണ് ഉള്ളത്. അറബിക്കാണ് കൂടുതലുള്ളത്. ഇവിടെ അങ്ങനെയുള്ള ഐറ്റം. അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ചെയ്യാൻ നമുക്ക് കൊച്ചിയിലൊക്കെ പോകണ്ടില്ലേ? കൊച്ചി നമുക്ക് സെറ്റാക്കാം. നമുക്ക് ഒരു ഇതെന്താ പന്നിയെ വെച്ച സംഭവം ചെയ്യാം. നമ്മൾ പല പ്രാവശ്യമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പോർക്കിന്റെ ബീഫ് ഒരു കുറെ തവണ ഇത് നമുക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി. അത് അടച്ചുപോയി. ഹോട്ടൽ ചിക്കനും ബീഫും ഇഷ്ടം പോലെ. അതെ നമുക്ക് ഇനി പന്നി ഒന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേ മോനെ? പന്നി നല്ലതാ. പല വെറൈറ്റി സാധനങ്ങൾ വരാൻ പോകുന്നതാണ് അവർ. അതെ അപ്പോൾ എന്തായാലും തീർക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.